നമസ്കാരം. ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ കലാശ പോരാട്ടം നിയന്ത്രിക്കാനുള്ള ചരിത്രപരമായ നിയോഗം സ്ലോവേനിയൻ റഫറിയായ സ്ലാവ്കോ വിൻസിച്ചിന് ലഭിച്ചിരിക്കുകയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തമ്മിൽ ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ മാറ്റുരയ്ക്കുമ്പോൾ കളി നിയന്ത്രിക്കുക ഈ സ്ലോവേനിയക്കാരനായിരിക്കും. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അഭിമാനകരമായ ഈ ചുമതല ഫിഫ ബുധനാഴ്ചയാണ് ഔദ്യോഗികമായി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യം തേടിയെത്തിയ വിവരം ഫിഫ റെഫറി വിഭാഗം തലവൻ പിയർ ലൂയിജി കൊളീൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ വിൻസിച്ച് വികാരാധീനനായി സഹപ്രവർത്തകർക്കിടയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞത് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ വിവാദങ്ങളെ അതിജീവിച്ച് കരിയറിലേക്ക് ശക്തമായി തിരിച്ചു വന്ന ചരിത്രമാണ് 46-കാരനായ സ്ലാവ്കോ വിൻസിച്ചിനുള്ളത്. കായിക ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാരണങ്ങളാൽ 6 വർഷം മുൻപ് അദ്ദേഹം ആഗോള മാധ്യമങ്ങളിൽ ഒരു തലക്കെട്ടായി മാറിയിരുന്നു. 2020 മെയ് മാസത്തിൽ ബോസ്നിയ ആൻഡ് ഹെർസോഗോവിനയിലെ ബിജൽജിനിക്ക് സമീപമുള്ള ഒരു ഫാമിൽ അന്താരാഷ്ട്ര പെൺവാണിഭ സംഘത്തെ പിടികൂടാനായി പോലീസ് നടത്തിയ ഒരു റെയ്ഡിൽ അവിചാരിതമായി വിൻസിച്ചും അകപ്പെട്ടിരുന്നു. അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡസൻ കണക്കിന് ആളുകളിൽ ഈ റഫറിയും ഉൾപ്പെട്ടിരുന്നുവെന്നത് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ തകർക്കുമായിരുന്ന വലിയൊരു വിവാദമായി മാറി. ഈ അനാശാസ്യ ശൃംഖലയുടെ പ്രധാന സംഘാടകയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ തിജാന മാക്സിമോവിച്ച് ഉൾപ്പെടെ 26 പുരുഷന്മാരെയും 9 സ്ത്രീകളെയുമാണ് അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റെയ്ഡിൽ മാരക ലഹരി മരുന്നായ കൊക്കെയിൻ പാക്കറ്റുകൾ, 10ഓളം പിസ്റ്റളുകൾ, പ്രൊട്ടക്റ്റീവ് വെസ്റ്റുകൾ, വൻതോതിൽ വിവിധ വിദേശ കറൻസികൾ എന്നിവയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഈ കുറ്റങ്ങളെല്ലാം മാക്സിമോവിച്ച് കോടതിയിൽ സമ്മതിക്കുകയും 1 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു ബിസിനസ് ഉച്ചഭക്ഷണത്തിനുള്ള ക്ഷണം സ്വീകരിച്ച് അവിചാരിതമായി അവിടെ എത്തിയ വിൻസിച്ചിന് ഈ മാഫിയ സംഘവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. തനിക്കെതിരെ യാതൊരു കുറ്റകൃത്യങ്ങളും ചുമത്താതെ സാക്ഷിയായി ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിൻസിച്ചിനെ ഉടൻ തന്നെ വിട്ടയച്ചു. അതൊരു വലിയ തെറ്റായിരുന്നുവെന്നും ആ മാഫിയ സംഘത്തെ തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമായിരുന്നു പിന്നീട് വിൻസിച്ച് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. അന്ന് സ്ലോവേനിയൻ ഫുട്ബോൾ റഫറിമാരുടെ അസോസിയേഷൻ പ്രസിഡന്റ് വ്ലാഡോ സജനും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. നിർഭാഗ്യകരമായ ആ സാഹചര്യങ്ങളിൽ അദ്ദേഹം അവിചാരിതമായി ചെന്നുപെട്ടതാണെന്ന് വ്യക്തമായതോടെയാണ് വിൻസിന്റെ കരിയർ രക്ഷപ്പെട്ടത്. ഈ വലിയ വിവാദങ്ങൾക്കെല്ലാം ശേഷം ശക്തമായി തിരിച്ചു വന്ന അദ്ദേഹം 2024 ബോറൂസിയ ഡോട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിൽ നടന്ന പ്രശസ്തമായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന മത്സരങ്ങൾ വിജയകരമായി നിയന്ത്രിച്ചു. 2010 മുതൽ ഫിഫ ലിസ്റ്റിലുള്ള വിൻസിച്ച് യൂറോപ്പിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ റഫറിമാരിൽ ഒരാളാണ്. ലോകകപ്പിന്റെ വേദിയിൽ അർജന്റീനയുടെ മത്സരം വിൻസിച്ച് നിയന്ത്രിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീന സൗദി അറേബ്യയുടെ 1-2 ഗോളുകൾക്ക് അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട ആ ചരിത്ര മത്സരം നിയന്ത്രിച്ചത് വിൻസിച്ച് ആയിരുന്നു. ആ തോൽവിയോടെ അർജന്റീനയുടെ 36 മത്സരങ്ങളിൽ നീണ്ട അപരാജിത കുതിപ്പിന് അന്ത്യം കുറിച്ചതിനാൽ അർജന്റീനിയൻ ആരാധകർക്ക് ഈ റഫറിയുടെ നിയമനത്തിൽ നേരിയ ആശങ്കയുണ്ട്. എന്നാൽ മറുഭാഗത്ത് സ്പെയിൻ ടീമിന് വിൻസിച്ചിനെ കുറിച്ച് മികച്ച ഓർമ്മകളാണുള്ളത്. ലെമീൻ യമാൽ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ അണിനിരക്കുന്ന സ്പെയിൻ ടീം യൂറോ 2024 ഇറ്റലിക്കെതിരെയും ഫ്രാൻസിനെതിരെയും നേടിയ നിർണായക വിജയങ്ങളിൽ വിൻസിച്ച് തന്നെയായിരുന്നു റഫറി. 2007 തൻ്റെ പ്രൊഫഷണൽ റഫറിംഗ് കരിയർ ആരംഭിച്ച വിൻസിച്ച് സ്ലോവേനിയൻ പ്രവാലികയിലെ മത്സരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. 3 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഫിഫയുടെ റഫറി ലൈസൻസ് ലഭിച്ചു. 2014 യൂറോപ്പിലെ മുൻനിര ക്ലബ്ബ് മത്സരങ്ങളിൽ അദ്ദേഹം ഒരു സ്ഥിര സാന്നിധ്യമായി മാറുകയും തൻ്റെ ശക്തവും വ്യക്തവുമായ നിയന്ത്രണ ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഈ ലോകകപ്പിൽ വിൻസിച്ച് ഇതിനകം തന്നെ 3 മത്സരങ്ങൾ മികച്ച രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. മെക്സിക്കോയുടെ വിജയം, ബ്രസീൽ മൊറോക്കോ സമനില മത്സരം, ജോർദാനെതിരെയുള്ള അൾജീരിയയുടെ വിജയം എന്നിവയാണവ. ഇതിൽ മെക്സിക്കോ ഇക്വഡോർ പോരാട്ടത്തിൽ ഫിഫയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഇക്വഡോർ താരം പിയറോ ഹിൻകാപ്പിക്ക് അദ്ദേഹം ചുവപ്പ് കാർഡ് നൽകിയത് വലിയ വാർത്തയായിരുന്നു. ഞായറാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ വിൻസിച്ചിനൊപ്പം 10 വർഷത്തിലേറെയായി അന്താരാഷ്ട്ര തലത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്ലോവേനിയക്കാരായ ടോമസ് ക്ലാൻകനിക്കും ആൻഡ്രസ് കൊവാസിച്ചും അസിസ്റ്റന്റ് റഫറിമാരായും കളത്തിലുണ്ടാകും. ജോർദാന്റെ അദ്ഹാം മക്കദ്ദമെ 4th ഒഫീഷ്യലായും മുഹമ്മദ് അൽ ഖലാഫ് റിസർവ് അസിസ്റ്റന്റ് റഫറിയായും പ്രവർത്തിക്കും.